കോഴിക്കോട് ജയലക്ഷ്മി സിൽക്സിലെ തീപിടുത്തത്തിൽ ഇന്ന് അന്വേഷണം ആരംഭിക്കും. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. 3 വർഷം മുൻപും ഇതേ ഭാഗത്ത് തീപിടുത്തം ഉണ്ടായിരുന്നു. അതിനാൽ വിശദമായ അന്വേഷണമാണ് നടക്കുക. ഇന്ന് പുലർച്ചെയാണ് തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായത്. ഫയർ ഓഫീസർ പ്രാഥമിക റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കും. ജയലക്ഷ്മി സിൽക്സ് ഉടമകളായ സഞ്ജയ് കമ്മത്ത്, ഗോവിന്ദ് കമ്മത്ത് എന്നിവർ ഇന്ന് സ്ഥലത്തെത്തും. സിനോജ് തോമസ് ചേർന്നു വിവരങ്ങൾ നൽകാൻ സ്ഥലത്തു നിന്നും. ഗുഡ് മോർണിംഗ് സിനോജ്. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാനായോ? ഇന്ന് പുലർച്ചയോട് കൂടിയിട്ടാണ് നിയന്ത്രണ വിധേയമാക്കാനായതെന്ന് കരുതുന്നു. ഒപ്പം അന്വേഷണത്തിലേക്ക് കടക്കുകയാണ്. 3 വർഷം മുൻപും ഇതേ രീതിയിൽ ഇതേ സ്ഥലത്ത് തീപിടുത്തമുണ്ടായി എന്നുള്ളതും ഒരു ആശങ്കപ്പെടുത്തുന്ന കാര്യമായിരുന്നു. അത് വീണ്ടും ആവർത്തിക്കുമ്പോൾ അന്വേഷണം ഏത് രീതിയിലൊക്കെയായിരിക്കും? ശ്രുതി, കീർത്തന, വെരി ഗുഡ് മോർണിംഗ്. അതായത് കെട്ടിടത്തിലെ തീ പൂർണ്ണമായും അണച്ചിട്ടുണ്ട്. ജയലക്ഷ്മി സിൽക്സിന് കോടികളുടെ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. 2023 4 കോടി രൂപയുടെ നഷ്ടം സംഭവിച്ചെന്നാണ് അന്ന് മാനേജ്മെന്റ് പറഞ്ഞത്. ഇന്ന് മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ ഇവിടേക്ക് അല്പസമയത്തിനകം തന്നെ എത്തുകയും ചെയ്യും. ഒപ്പം തന്നെ ഫയർഫോഴ്സിന്റെ വിദഗ്ധ സംഘം പരിശോധിക്കും, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പരിശോധിക്കും. എന്താണ് തീപിടുത്ത കാരണമെന്ന് ഇതുവരെ ഒരു വ്യക്തത വന്നിട്ടില്ല. ഷോർട്ട് സർക്യൂട്ടാണോ, അല്ലെങ്കിൽ ഇതിനകത്ത് പ്രവർത്തിക്കുന്ന സ്റ്റാഫുകൾക്കുള്ള ക്യാൻറ്റീനിൽ നിന്ന് തീ പടർന്നതാണോ, മറ്റേതെങ്കിലും തരത്തിൽ തീ പടർന്നതാണോ, എന്താണ് കാരണമെന്ന് ഇതുവരെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല. 2023 പറഞ്ഞത് ഷോർട്ട് സർക്യൂട്ട് ആയിരുന്നു എന്നാണ് പറഞ്ഞത്. ഏതായാലും ഈ കെട്ടിടത്തിന്റെ പുറകുവശത്തെ 2ാം നിലയിൽ നിന്നാണ് തീ പുറത്തേക്ക് വന്നു തുടങ്ങിയത്. ആ ദൃശ്യങ്ങൾ ആ കെട്ടിടത്തിന്റെ പുറകുവശമാണ് കാണുന്നത്. പുറകുവശം പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ്. അതായത് 2ാം നിലയിൽ നിന്നും 3ാം നിലയിലേക്ക് തന്നെ തീ കയറി 4 നിലയുള്ള ബഹുനില കെട്ടിടമാണ്. അതിന്റെ പുറകുവശത്തെ നിലകളൊക്കെ തന്നെ പൂർണ്ണമായും കത്തിപ്പോയിട്ടുണ്ട്. കെട്ടിടത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഗ്ലാസ് ഇട്ട കെട്ടിടമാണ്. അതിന്റെ പുറത്തുകൂടി ഇൻഡസ്ട്രിയൽ വർക്ക് ചെയ്ത് പരസ്യം കൂടി സ്ഥാപിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ ഫയർഫോഴ്സിന് ഉൾപ്പെടെ ഇതിനകത്തേക്ക് കയറാൻ കുറച്ച് താമസമെടുത്തു. ഈ ഗ്ലാസ് തകർത്ത്, ഈ പരസ്യ ബോർഡുകൾ തകർത്ത് വെള്ളം അകത്തേക്ക് ചീറ്റാൻ തന്നെ സമയമെടുത്തു. നമ്മൾ ഇന്നലെ ദൃശ്യങ്ങൾ കണ്ടതാണ്. ഗ്ലാസ് പാളികൾ ഉൾപ്പെടെ ഇവിടേക്ക് കത്തി പുറത്തേക്ക് തെറിച്ചു വരുന്നത് കണ്ടതാണ്. അങ്ങനെ മൂടി പൊതിഞ്ഞു വെച്ചൊരു കെട്ടിടം കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ തീ അണയ്ക്കാൻ ഒരു പ്രയാസമുണ്ടായിരുന്നു. തീപിടുത്തം ഉണ്ടായ ഘട്ടത്തിൽ ഈ കെട്ടിടത്തിലെ ഫയർ അലാം മുഴങ്ങിയിരുന്നുവെന്ന് ജീവനക്കാർ പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഫയർ ഫൈറ്റിംഗ് സംവിധാനം മികച്ച രീതിയിലായിരുന്നു എന്നുകൂടി പരിശോധിക്കേണ്ടതുണ്ട്. കാരണം 2023 തീപിടുത്തം ഉണ്ടായ ശേഷം നവീകരിച്ച കെട്ടിടമാണ്, ഒരു പാടം വന്ന കെട്ടിടമാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയുള്ള സംവിധാനങ്ങൾ കൃത്യമായി ഉണ്ടായിരുന്നോ, അത് പ്രതിരോധിച്ചോ എന്നുകൂടി അന്വേഷിക്കേണ്ടതുണ്ട്. കാരണം ഇത്ര വലിയ തീപിടുത്തം ഉണ്ടായത് അത് പ്രതിരോധ ശേഷി കുറഞ്ഞതുകൊണ്ടോ മറ്റായിരിക്കണം. ഇല്ലെങ്കിൽ ആ തീ അണയ്ക്കാൻ അതിൻ്റെ അകത്തുള്ള ജീവനക്കാർക്ക് തന്നെ സാധിച്ചിരുന്നേനെ. ഇനി ഒരുപക്ഷെ ജീവനക്കാർക്ക് അതിന് വേണ്ട പരിശീലനം ലഭിക്കാതെ പോയതാണോ എന്നുകൂടി അന്വേഷിക്കേണ്ടി വരും. ഏതായാലും പെരുന്നാൾ വരാൻ വേണ്ടി പോകുന്നു, വിഷു വരാൻ വേണ്ടി പോകുന്നു, വിവാഹ സീസണാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള സ്റ്റോക്ക് ഈ സിൽക്സിൻ്റെ അകത്തുണ്ടായിരുന്നു, ജയലക്ഷ്മിക്ക് അകത്തുണ്ടായിരുന്നു എന്നാണ് ജീവനക്കാർ പറയുന്നത്. ഏതായാലും ലിറ്റർ കണക്കിന് 10,000 ലിറ്റർ വെള്ളമാണ് ഫയർഫോഴ്സ് ഇന്നലെ ഇതിനകത്തേക്ക് അടിച്ചു കയറ്റി തീ അണച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്റ്റോക്ക് മുഴുവൻ നശിച്ചു പോകാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. 2-3 നിലകളൊക്കെ തന്നെ പൂർണ്ണമായും കത്തി നശിച്ചിട്ടുണ്ട്. ബാക്കി എത്രത്തോളം നാശനഷ്ടം സംഭവിച്ചു എന്നുള്ളത് ആ ദൃശ്യങ്ങളിൽ പുറത്തേക്ക് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് ആ ഗ്ലാസ് ഒക്കെ പുറത്തു വരുന്നത് കാണാം. അപ്പോൾ എത്ര രൂപയുടെ നാശനഷ്ടമാണ് ഇപ്പോൾ അധികൃതർ വിലയിരുത്തുന്നത്? സിനോജ്, അത് സംബന്ധിച്ച അന്വേഷണവും ബാക്കി കാര്യങ്ങളും ഒക്കെ ഈ ജയലക്ഷ്മി ഉടമകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ടോ? കീർത്തന, ഒഫീഷ്യലി ജയലക്ഷ്മി ഉടമകൾ ഒന്നും പറഞ്ഞിട്ടില്ല. ഉടമകൾ ഇന്ന് ഇവിടേക്ക് വരുമെന്നാണ് പറഞ്ഞത്. എത്ര കോടിയുടെ നഷ്ടമെന്ന് അവർ പറഞ്ഞിട്ടില്ല. സമാനമായ തീപിടുത്തം 2023 ഉണ്ടായ ഘട്ടത്തിൽ ഏകദേശം 4 കോടിയുടെ നഷ്ടമാണ് അവർ പറഞ്ഞത്. അതിനുശേഷം ഇത് റിനോവേറ്റ് ചെയ്ത് വീണ്ടും തുറന്ന കെട്ടിടമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നാമ്പുറത്ത് പുറകുവശത്ത് തീ പിടിക്കുന്നു. ഇത് മുൻവശത്തെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഇവിടെയൊക്കെ തന്നെ ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് ഒക്കെ തന്നെ ഏറെ പണിപ്പെട്ടാണ് ഈ രക്ഷാപ്രവർത്തകർ പൊട്ടിച്ച് തന്നെ ആദ്യം കല്ലെടുത്ത് എറിഞ്ഞ് പൊട്ടിക്കാൻ നോക്കി. വലിയ ഗ്ലാസ് കൊണ്ട് പൊട്ടിയില്ല. ഈ ഗ്ലാസ് പൊട്ടിച്ചാൽ മാത്രമേ അകത്തോട്ട് വെള്ളം ചീറ്റാൻ കഴിയുള്ളൂ. സ്റ്റെയർകേസ് വഴി കയറാൻ കഴിയില്ല. അങ്ങനെ വലിയ പരിശ്രമത്തിനൊടുവിലാണ് ഗ്ലാസ് ഒക്കെ തന്നെ തകർത്ത് അകത്തോട്ട് വെള്ളം, മണിക്കൂറുകളോളം അകത്തോട്ട് വെള്ളം ചീറ്റിയാണ് തീ അണയ്ക്കാൻ വേണ്ടി സാധിച്ചത്. ഏകദേശം 2 മണിക്കൂറിന് ശേഷമാണ് ഉദ്യോഗസ്ഥർക്ക് താഴത്തെ നിലയിൽ നിന്ന് മുകളിലോട്ട് കയറാനെങ്കിലും സാധിച്ചതെന്ന് പറയാം. ഏതായാലും ഇതിന്റെ അണ്ടർഗ്രൗണ്ട് എന്ന് പറയുന്നത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. 2023 2 വാഹനങ്ങൾ കത്തി നശിച്ചിരുന്നു. പക്ഷേ ഇത്തവണ പെട്ടെന്ന് വാഹനങ്ങളൊക്കെ തന്നെ എടുത്തു മാറ്റാനും ജീവനക്കാർക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയം കിട്ടിയെന്നത് ഭാഗ്യമാണ്. 2 ജീവനക്കാർ കുഴഞ്ഞു വീഴുകയും ചെയ്തിരുന്നു. 2023 രാവിലെ 6 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. പക്ഷേ ഇന്നലെ വൈകിട്ട് 6 മണിക്കാണ് തീപിടുത്തം ഉണ്ടായത്. 2023 ജീവനക്കാർ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഷോറൂം തുറന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഇന്നലെ തീ കത്തുന്ന സമയത്ത് ഷോറൂം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 160ഓളം ജീവനക്കാരുണ്ടായിരുന്നു. അതിലേറെ ഈ തുണികൾ വാങ്ങാൻ വന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷേ ആർക്കും വലിയ പരിക്കുകളൊന്നും തന്നെ ഉണ്ടായില്ല. എല്ലാവർക്കും രക്ഷപ്പെടാൻ സാധിച്ചു എന്നത് ഏറ്റവും ഭാഗ്യകരമായ കാര്യമാണ്. ഏതായാലും തീപിടുത്തം ഉണ്ടായത് കണ്ടത് പുറത്തുകൂടെ ചായ കുടിക്കാൻ വന്ന മറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന 2 ചെറുപ്പക്കാരാണ്. അവർ ഇത് കണ്ടു. ആ സമയത്ത് തന്നെ ഫയർ അലാം മുഴങ്ങുന്നു. എല്ലാവർക്കും പെട്ടെന്ന് തന്നെ രക്ഷപ്പെടാൻ സാധിച്ചു. വലിയൊരു അഗ്നിബാധയാണ് കോഴിക്കോട് നഗരഹൃദയത്തിൽ ഉണ്ടായിരിക്കുന്നത്.
വീണ്ടും ഒരേ സ്ഥാപനത്തിൽ തന്നെ രണ്ടാമത് തീപിടുത്തം ഉണ്ടായതാണ് ആശങ്കയ്ക്ക് കാരണമാകുന്നത്. മന്ത്രി എ കെ ശശീന്ദ്രൻ അതിലൊരു സംശയം കൂടി പറഞ്ഞിരുന്നു. വിശദമായ അന്വേഷണം വേണമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മാനേജ്മെന്റും അക്കാര്യം പരിശോധിക്കും, ഫയർഫോഴ്സും ഇലക്ട്രിക്കൽ വിഭാഗം പരിശോധിക്കും. ഇതേ സ്ഥലത്ത് ഈ തീപിടുത്തം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ പെരുന്നാളൊക്കെ പ്രമാണിച്ച് വലിയ സ്റ്റോക്കൊക്കെ എടുത്തിരിക്കുകയാണ്. അപ്പോൾ വലിയൊരു നാശനഷ്ടം മുൻപുണ്ടായതിനേക്കാൾ ഇരട്ടി നാശനഷ്ടം ഉണ്ടാകുമോ എന്നുള്ളൊരു സാധ്യതയൊക്കെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. സിനോ തോമസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്.